ഇന്നത്തെ എൻ്റെ റെസിപ്പിയിൽ റവ ഉപ്പുമാവ് ഒരു വ്യത്യസ്ത രീതിയിൽ രുചികരമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഒരു 15 കാഷ്യൂ നട്ട് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഓയിലിൽ തന്നെയാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നത്. കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രൈയിങ് പാനിൽ നിന്ന് മാറ്റി വെക്കുക. റവ വാങ്ങിക്കുമ്പോൾ റോസ്റ്റഡ് റവ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. അത് കട്ട കെട്ടാതിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡയബറ്റീസുകാർക്ക് ഇത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല. എണ്ണ ചൂടാക്കുക. 3 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരണം. തീ ഒരു മീഡിയം ഹീറ്റിലേക്ക് ഇടുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതൂടെ ചേർക്കുക. 2 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, കൂടാതെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലോ ടു മീഡിയം ഹീറ്റ് ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് ഇത് വഴന്നു വരും. ഇത് വഴന്നു വരുമ്പോഴത്തേക്ക് ഒരു ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റ് മുഴുവനായിട്ട് വരണ്ട. തിളയ്ക്കുന്ന വെള്ളത്തിൽ പിന്നീട് തിളയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ഇത് വെന്ത് വരും. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. സാധാരണയായിട്ട് നമ്മൾ വെള്ളമാണ് ഉപ്പുമാവിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും കൂടിയാണ് തിളപ്പിക്കുന്നത്. ഇങ്ങനെ പാലിൽ തിളപ്പിച്ചാൽ നല്ല രുചിയുള്ള ഒരു ഉപ്പുമാവ് കിട്ടും. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡായിട്ട് വരും. ഈ പാല് ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉപ്പ് പാലിൽ ഉള്ളത് കൊണ്ട് വിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫുള്ളായിട്ട് തിളയ്ക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ലതായിട്ട് തിളച്ച് വരാറായി. ആ സമയത്ത് നേരത്തെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർക്കുക. വീണ്ടും ഫുള്ളായിട്ടൊന്ന് തിളപ്പിക്കുക. നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഏറ്റവും ലോ ഹീറ്റിലേക്ക് വെച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. റവ ഇടുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടും കൂടെ ഇരിക്കുക. ഫുൾ ഇളക്കുക. നല്ലതായിട്ട് ഇളക്കിക്കഴിഞ്ഞ് ഈ വെള്ളം ഇതിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. ആ പാലും വെള്ളവും മുഴുവൻ ഈ റവ അബ്സോർബ് ചെയ്യും. എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. രുചികരമായ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.